യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും മുറിവുകൾ ഉണ്ടാകുന്നത് നമ്മൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ നമുക്കറിയാം, ഈ മുറിവുകളാണ് നമ്മളെ വളർത്തിയതും കരുത്തുള്ളവരാക്കി മാറ്റിയതും. മുറിവുകൾ നമുക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ തന്നു, ഒത്തിരിയേറെ പാഠങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് മുറിവുണ്ടാകുമ്പോഴാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ തനിമ പുറത്തറിയുന്നത്. ഈശോയുടെ ശരീരത്തിലെ മുറിവുകളിലൂടെയാണ് അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. ആ ആണിപ്പഴുതുകൾ സ്നേഹത്തിൻ്റെ വലിയ അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് തോമാശ്ലീഹ ആഗ്രഹിച്ചതും ആ ആണിപ്പഴുതുകൾ കാണണം, വിരലിടണം, ആ സ്നേഹമൊന്ന് അനുഭവിച്ചറിയണം. അതുപോലെ തന്നെ മനുഷ്യമക്കളെ ഒത്തിരിയേറെ സ്നേഹിച്ച, മനുഷ്യർക്ക് വേണ്ടി മിടിച്ച ഹൃദയം അത് കുത്തിപ്പിളർക്കപ്പെട്ടു. അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കി. ആ പാർശ്വത്തിൽ കൈവയ്ക്കാൻ തോമാശ്ലീഹ ആഗ്രഹിച്ചു. നമ്മുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് ഈശോയുടെ മുറിവുകൾ കാണാൻ, വിരലിടാൻ, പാർശ്വത്തിൽ കൈവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി മുറിവുകൾ ഏൽക്കാൻ, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ശരീരത്തിലും മനസ്സിലും മുറിവുകൾ ഏൽക്കാൻ നമുക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.